ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ വളരെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത്. സോ ഓൾറെഡി നമുക്കറിയാം April 10 അല്ലെ, കഴിഞ്ഞ April 10 ആയപ്പോഴത്തേക്ക് നമ്മുടെ കഴിഞ്ഞ CPOയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു. അതിനുശേഷം CPOയുടെ പുതിയ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു അല്ലെ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ WCPOയുടെ റാങ്ക് ലിസ്റ്റും നിലവിൽ നമ്മുടെ PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ ജൂലൈയിലാണ് ഏകദേശം എക്സാം നടന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വരെ അല്ലെ, ഇപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞ ആഴ്ച വരെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അഡ്വൈസും കാര്യങ്ങളെല്ലാം പോയിരുന്നു. അപ്പം നിലവിൽ അതിന്റെ കാലാവധിക്ക് ശേഷമായിട്ട് നമ്മുടെ പുതിയ WCPOയുടെ പുതിയ റാങ്ക് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം. ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസമാണ് അല്ലെ, ഇപ്പൊ ഇന്നത്തെ ദിവസമാണ് ഈ പറഞ്ഞ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു PSCയുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഏറ്റവും പുതിയ റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ് നമുക്ക് നോക്കാം. എത്രയാണ് വന്നിരിക്കുന്നത് വെച്ചാൽ ടോട്ടൽ 460 പേരുടെ ലിസ്റ്റാണ്. 460 പേര് ഉൾപ്പെടുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ് PSC ഇപ്പം നിലവിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് മെയിൻ ലിസ്റ്റിൽ 341 പേരും, അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ 119 പേരുമാണ് ആകെ നിലവിലത്തെ ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെയും ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ CPOയുടെ കേസിലും എന്ത് ചെയ്തിട്ടില്ല, റാങ്ക് ലിസ്റ്റിലെ ആളുകളുടെ എണ്ണത്തിൽ ചെറിയൊരു വർധന ഉണ്ടായതല്ലാതെ വലിയ ഒരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ഏകദേശം അത് തന്നെയാണ് WCPOയുടെ കേസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഏകദേശം 460 പേര് ഉൾപ്പെടുന്ന ലിസ്റ്റാണ് അല്ലെ. മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും കൂടി 460 പേര് ഉൾപ്പെടുന്ന ലിസ്റ്റാണ്. ഇപ്പൊ കഴിഞ്ഞ ജൂലൈയിലൊക്കെ നടന്ന നമ്മുടെ ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. ജൂലൈയിലാണ് നടക്കുന്നത്. ഇപ്പൊ പുതിയ ലിസ്റ്റ് എന്ത് വന്നിട്ടുണ്ട്, 460 പേരാണ് ആകെ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും കൂടെ നമുക്ക് എന്ത് ചെയ്യും നിലവിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലിസ്റ്റ് വരുമ്പോഴും എത്രത്തോളമാണ് നിയമന സാധ്യത എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഇപ്പൊ നിലവിൽ ഓൺഗോയിങ് ആയിട്ടുള്ള ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇപ്പൊ പബ്ലിഷ് ചെയ്ത് ഏകദേശം ഒരു വർഷത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല 8/4/2026 അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് ടോട്ടൽ നമുക്ക് എത്രയാണ്, 267 അഡ്വൈസ് ആണ് ലാസ്റ്റ് അല്ലെ. ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും 267 അഡ്വൈസ് ആണ് WCPOയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും പോയിരിക്കുന്നത്. അപ്പൊ ആ സമയത്തും ഏകദേശം 500-ൽ താഴെയൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളൂ. അപ്പൊ ഇത്തവണയും ഏകദേശം ആ റേഞ്ചിലൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി പുതിയതായിട്ട് വേക്കൻസികൾ ഇപ്പൊ CPOയുടെ ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ അറിയാം റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പുതിയ കുറച്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിലവിൽ ഇപ്പോൾ 267 വേക്കൻസീസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, അഡ്വൈസ് ആണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും പോയിരിക്കുന്നത്. നമുക്ക് ഇത്തവണ 460 പേരുടെയാണ് റാങ്ക് ലിസ്റ്റ് അല്ലെ, ആകെ ടോട്ടൽ സ്ട്രെങ്ത് റാങ്ക് ലിസ്റ്റിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിൽ നിയമന സാധ്യത നോക്കാം. നമുക്കറിയാം WCPO എന്നൊക്കെ പറയുമ്പോൾ CPO ആണെങ്കിലും അത്യാവശ്യം വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഓൺഗോയിങ് ആയിട്ട് കറക്റ്റ് സമയത്തൊക്കെ നിയമനം നടക്കും എന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. അപ്പൊ ഈ വർഷവും ഇനി അധികം താമസിക്കാതെ അടുത്ത നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം വരും. അപ്പൊ ലോങ് ടേം അല്ലെ, നേരത്തെ തന്നെ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ വർഷം നടക്കാൻ പോകുന്ന ഫോഴ്സ് ജോബുകൾക്ക് വേണ്ടി അല്ലെ, CPO, അതുപോലെ WCPO, BFO, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അതുപോലെ വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മളെ എല്ലാ യൂണിഫോം പോസ്റ്റുകളും അല്ലെ, ഫോഴ്സ് ജോബുകളിലേക്ക് എല്ലാം ഉള്ള ബാച്ചസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം +2 ലെവലിൽ ഏറ്റവും അധികം ആളുകളെ PSC ജോലി എന്നുള്ള ഒരു അവർ സർക്കാർ ജോലി എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് നമ്മുടെ ഈ ഒരു ഫോഴ്സ് ജോബുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന് ആദ്യമേ നമുക്കറിയാം മറ്റ് എക്സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ അല്ല, സ്പെഷ്യൽ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം അല്ലെ, സ്പെഷ്യൽ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. സോ കംപ്ലീറ്റ്ലി ഫോഴ്സ് ജോബുകൾക്ക് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് അസിസ്റ്റൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത് പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ് ജോബുകൾക്ക് വേണ്ടി മാത്രമുള്ള നമ്മുടെ എക്സ്ക്ലൂസീവ് ബാച്ചുകളാണ് നമ്മുടെ സല്യൂട്ട് ബാച്ച് എന്ന് പറയുന്നത്. സോ താല്പര്യമുള്ളവർ എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിലുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. സോ ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം, എത്ര നേരം പഠിക്കണം, അങ്ങനത്തെ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കറന്റ് അഫേഴ്സിന് സ്പെഷ്യൽ സെക്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ SCRTക്കും എല്ലാം ചാപ്റ്റർ വൈസ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സ്പെഷ്യൽ ടോപ്പിക്കിന് അത് പ്രത്യേകം ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് റെഗുലർ ബേസിസിൽ PYQ ബേസ് റിവിഷനും മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വെറുതെ പഠിച്ചു പോകുക എന്നുള്ളതല്ല, പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് പറ്റും. ആ ടൈംലി നമുക്ക് അസസ് ചെയ്യാനും എവിടേക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് എല്ലാം നോക്കാനായിട്ട് നമുക്ക് പറ്റുന്നതായിരിക്കും. സോ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അപ്കമിംഗ് വീഡിയോസ് നമുക്ക് കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്, സീ യു.